ഒന്നല്ല പത്തല്ല നൂറല്ല 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് പുരുഷനും മാനമുണ്ട്, പുരുഷനും മാനമുണ്ടെന്ന്. വട്ടപ്പൊട്ടും മൂക്കിൽ ബട്ടൺസും വെച്ച ഫെമിനിച്ചി അമ്മായിമാരുടെ ഇൻസ്പിറേഷനിൽ മൊബൈലും തൂക്കി ഇറങ്ങിത്തിരിച്ച ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ട കോടതിയല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നീതി ലഭിക്കില്ല. അതിന് ഈ നാട്ടിൽ നിയമമുണ്ട്. നിങ്ങൾ നിയമപരമായി അതിനെ നേരിടണം. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ ജീവൻ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ്. ആ വീഡിയോ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ആ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ അയാൾക്കെതിരെ പ്രതികരിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ ആ ബസ്സിലുള്ള ആളുകളോട് നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നു, ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിച്ചത്? അയാൾ പരസ്യമായി നാണം കെടുന്നതാണോ നിങ്ങൾക്ക് ലഭിക്കുന്ന നീതി? മൊബൈലും തൂക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ മണ്ടന്മാരാണെന്ന് പറയുന്ന ആളുകളുടെ കാലഘട്ടമാണിത്. ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ മണ്ടന്മാരാണ്, അകത്ത് നിന്ന ആളിനേക്കാൾ ബോധമില്ലാത്തവനാണ് നിങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജ്, സ്ത്രീ എന്ന പരിഗണന, ആ പരിഗണനയെ മുതലെടുക്കുന്ന നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നാളെ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന നീതിയാണ് നിങ്ങൾ കൊല ചെയ്യുന്നത്.